പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടോ? പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടെന്ന്. ഒരു കുഞ്ഞു വചനഭാഗം ശ്രദ്ധിച്ചേ. യോഹന്നാൻ്റെ ലേഖനം കേട്ടോ, യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 2-ാം അധ്യായം 20-ാം തിരുവചനം. 1 John chapter 2 verse 20. 1 യോഹന്നാൻ 2-ാം അധ്യായം 20-ാം വചനം. ബൈബിള് തുറക്കുന്നു, കണ്ടുപിടിക്കുന്നു. പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ശ്രദ്ധിച്ചേ, പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചേ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുവാണ്. നിന്നെ പരിശുദ്ധനായവൻ അഭിഷേകം ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വാ തുറന്നു പറ. അഭിഷേകം ചെയ്തിട്ടുണ്ട്. അനോയിന്റിങ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ സർവശക്തനായ ദൈവം തന്നിട്ടുണ്ടെന്ന്. ഈ അഭിഷേകം എന്ന് പറയുന്നത് അച്ഛന്മാർക്ക്, കന്യാസ്ത്രീമാർക്ക്, ശുശ്രൂഷകർക്ക് മാത്രമുള്ളതല്ല. ഇറ്റ് ഈസ് ഫോർ ഓൾ. ഇവിടെ ഇരിക്കുന്ന സകലർക്കും അഭിഷേകം കിട്ടിയിട്ടുള്ളവരാണ്. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. അപ്പൊ ചിലർ ചിന്തിക്കും, അയ്യോ അങ്ങനത്തെ അനുഭവമൊന്നും എൻ്റെ ഓർമ്മയിൽ ഇല്ലല്ലോ. ഉണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ഓരോ കൂദാശകളും ഈ അഭിഷേകം നമ്മുടെ നെറ്റിയിൽ മുദ്രിതമാക്കുകയാണ്. നീ മുദ്ര വയ്ക്കപ്പെട്ട ഒരാളാണ്. മാമോദീസ സ്വീകരിച്ചപ്പോൾ നിന്റെ തലയിൽ, നെറ്റിയിൽ ഇതാ മുദ്ര വയ്ക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയാ. നിനക്കൊരു മാർക്ക് ദൈവം തന്നിട്ടുണ്ട്. നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിന്നെ കർത്താവ് ഒരു സ്പെഷ്യൽ അനോയിന്റിങ് തന്ന് നിലനിർത്തിയിട്ടുണ്ട്. ആമേൻ, ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്ത്, നിനക്ക് അഭിഷേകമുണ്ട്, മറക്കരുത്. പറഞ്ഞോട്. അഭിഷേകം ഉണ്ടോ? നമുക്ക് സർവശക്തനായ ദൈവം തന്നിരിക്കുന്ന വലിയൊരു ഗിഫ്റ്റാണ് ഈ അഭിഷേകം. അഭിഷേകം നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ അഭിഷേകം, അതായത് പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ ആ അഭിഷേകം ഏതെങ്കിലും വഴിയിൽ ചോർന്നു പോയിട്ടുണ്ടോ? പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, നമുക്ക് കിട്ടിയ അഭിഷേകം ചോർന്നു പോയത് നമ്മൾ അറിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇപ്പൊ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ വിചാരം ഇതൊന്നും പോയിട്ടില്ല, എൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, അഭിഷേകം ചോർന്നു പോയത് അറിഞ്ഞില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. 1-2 വചനം വായിക്കാം. എടുത്തൊന്ന് വായിച്ചേ. അത് വായിക്കുന്നത് നമ്മൾ ആദ്യം സാംസനെ കുറിച്ച് വായിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 20-ാം തിരുവചനം. ന്യായാധിപന്മാരുടെ പുസ്തകം, ബുക്ക് ഓഫ് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം 16 അതിന്റെ 20-ാം തിരുവചനം. ന്യായാധിപന്മാർ 16:20. അവൾ പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു, മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. ഇതാണ് സാംസൺ പറയാണ്, ഡോണ്ട് വറി, എന്നെ ആക്രമിക്കാൻ ആര് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഇതിന് മുമ്പൊക്കെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇനിയും ഞാൻ രക്ഷപ്പെടും. ഇത് പറയുന്ന അവസരത്തിൽ ഈ വ്യക്തിയുടെ അഭിഷേകം പല വഴികളിൽ ചോർന്നു പോയി എന്നുള്ളത് സാംസൺ അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം കിട്ടിയ വ്യക്തി, ശ്രദ്ധിച്ച ഇങ്ങോട്ട്, അഭിഷേകം കിട്ടിയ ഞാനും നീയും ജീവിതത്തിൽ ഏതെങ്കിലും വഴികളിൽ അഭിഷേകം ചോർന്നു പോയത് അറിയാതെ നമ്മൾ ഇപ്പോഴും കുഴപ്പമില്ല എന്നും പറഞ്ഞ് ജീവിക്കുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. അതാണ് ഏറ്റവും വലിയ കുഴപ്പം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ഉറങ്ങുന്നവനെ നമുക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കാം, പക്ഷേ ഉറക്കം നടിക്കുന്നവനെ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം അഭിഷേകം നഷ്ടപ്പെട്ടു പോയി എന്ന് തിരിച്ചറിയുന്ന ഒരുത്തനെ തിരിച്ചു വരാൻ വേണ്ടി എളുപ്പമാണ്. എന്നാൽ നമ്മുടെ കുഴപ്പം എന്നാണെന്നറിയോ? നമ്മുടെ കുഴപ്പം ഇതൊന്നും കുഴപ്പമില്ല,
ഇതൊക്കെ ഓക്കെ 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 എന്നും പറഞ്ഞ് നടക്കും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു അതത്ര ഓക്കെ അല്ല. നമ്മൾ ഇന്ന് ദുഃഖിക്കുന്നതിന് കാരണം ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ എടുത്ത ചില നിലപാടുകൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഈ മേഖല പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുമ്പിൽ മൂന്ന് വചന മേഖലകൾ നമ്മൾ വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ആ മേഖലകൾ തിരിച്ചറിയാൻ പോവാണ്. അതിന് മുമ്പ് നമ്മൾ ഒരു വചനം കൊണ്ടൊന്ന് ശ്രദ്ധിച്ചോ. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 14-ാം തിരുവചനം. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 16. സാമുവേലിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 14-ാം തിരുവചനം. കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. കണ്ടോ? ഒന്നും കൂടെ വായിച്ചേ. ചിലർക്ക് അത് മനസ്സിലായിട്ടില്ല. കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. പിന്നെ പ്രിയപ്പെട്ടവരെ, ഈ സാവൂളിന്റെ ഉള്ളിൽ നിന്ന് അഭിഷേകം ചോർന്നു പോയത് അയാൾ അറിഞ്ഞില്ലെന്ന്. വ്യക്തി അറിഞ്ഞില്ല. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കും, അയാൾക്ക് തോന്നിയില്ലെന്ന്. അഭിഷേകം ചോർന്നു പോയത് ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. കാരണം ഒറ്റയടിക്കല്ല അഭിഷേകം ചോർന്നു പോകുന്നത്. പല പ്രവർത്തികളിലൂടെ പല ദിവസങ്ങളിലൂടെയാണ് ഇങ്ങനെയുള്ള അഭിഷേകം ചോർന്നു പോകുന്നത്. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത്, അഭിഷേകം കിട്ടിയ നമ്മൾ അഭിഷേകത്തെ വിലയുള്ളതായി കണക്കാക്കണം. എനിക്കും നിനക്കും അഭിഷേകമുണ്ടെന്ന് നമ്മൾ വായിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ ഈ അഭിഷേകത്തിന് വിലയുണ്ട്. ഇറ്റ് ഈസ് വാല്യുബിൾ. ഇത് നിസ്സാരപ്പെട്ട കാര്യമല്ല, ഇത് വിലയുള്ളതാണെന്ന് തിരിച്ചറിയണം. പറഞ്ഞേ ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിന്റെ അഭിഷേകത്തിന് വിലയുണ്ട്. വിലയുണ്ടെന്ന്. വിലയുള്ള അഭിഷേകം കിട്ടിയ ആള് ഉണങ്ങി ചുരുണ്ട് കൂടി ഇരിക്കരുത്, നിവർന്നിരുന്നോണം. ഇങ്ങോട്ട് നോക്കിയേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ അഭിഷേകത്തിന് വിലയുണ്ടെന്ന്. ഇത് ചുമ്മാ കിട്ടിയതല്ലെന്ന്, ഇത് വിലയുള്ളതാണെന്ന്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 12. എന്താ അറിയാവുന്ന വചനം പറഞ്ഞേ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. കണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരപ്പെട്ട കാര്യമല്ല. ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് അഭിഷേകം നൽകി എന്നെയും നിന്നെയും ഉയർത്തിയിരിക്കുകയാണ്. ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് എന്നെയും നിന്നെയും ഉയർത്തിയിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് വാല്യുബിൾ. അഭിഷേകം കിട്ടിയ വ്യക്തി തൻ്റെ അഭിഷേകത്തെ മറന്നുപോയാൽ വൻ അപകടം. നമ്മൾ നേരത്തെ വായിച്ച ഒരാളാണ് സാംസൺ. സാംസൺ നിസ്സാരക്കാരനാണോ? പറ നിസ്സാരക്കാരനാണോ? അല്ല. അത്രമേൽ അഭിഷേകത്താൽ നിറയപ്പെട്ട പവർഫുൾ പേഴ്സൺ ആണ്. നിങ്ങൾക്ക് അവൻ്റെ ശക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം 16-ാം വചനം ഒന്ന് വായിച്ച, ഒരു കുഞ്ഞു വചനം വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ സാംസനെ കുറിച്ച് മനസ്സിലാവും. ഒന്ന് വായിച്ചേ. എന്നിട്ട് അവൻ ഘോഷിച്ചു കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവനെ കൂന കൂട്ടി. കണ്ടോ? സാംസനെ കുറിച്ചുള്ള വചനഭാഗം. സാംസൺ അത്രമേൽ പവർഫുൾ ആണ്. ചത്ത കഴുതയുടെ താടിയെല്ലുകൊണ്ട് 10,000-ങ്ങളെ കൊന്നു കൊലവിളിച്ചവനാണ് ആര്? സാംസൺ. എന്ന പവറാന്നറിയോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത്രമേൽ ശാരീരിക ആരോഗ്യത്തോടെയുള്ള മറ്റൊരു വ്യക്തി അവതരിപ്പിച്ചിട്ടില്ല. അത്രമേൽ പവർഫുൾ ആയിട്ടുള്ള ആള് ആര്? സാംസൺ. പേര് പറഞ്ഞേ, സാംസൺ. സാംസനെ കുറിച്ച് ഏത് പുസ്തകത്തിലാണ് വായിക്കുന്നത്? ന്യായാധിപന്മാരുടെ പുസ്തകം, ബുക്ക് ഓഫ് ജഡ്ജസ്. അത്രമേൽ സൂപ്പർ അത്രമേൽ അതിമാനുഷിക ശക്തിയുള്ള ആളാണ് സാംസൺ. എന്നാൽ ഈ സാംസൺ അടുത്തൊരു വചനഭാഗത്തിൽ സാംസനെ കുറിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ സങ്കടം തോന്നുന്നൊരു കാര്യമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 16 അതിൻ്റെ 21, ചാപ്റ്റർ 16 വേഴ്സ് 21. 16-21, 16-ാം അധ്യായം അതിൻ്റെ 21-ാം തിരുവചനം.
ഈ സാംസന്റെ പതനം എങ്ങനെയായിരുന്നു എന്ന് തിരിച്ചറിയാൻ പോവും. വായിക്കാം. ഒച്ചത്തി വായിച്ച 16-ാം അധ്യായം 21-ാം വചനം. ഫിലിസ്തീയർ അവനെ പിടിച്ച് കണ്ണ് ചുഴന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഓട്ടുചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. എന്നിട്ട് ഒരു വചനം കൂടെ ഉണ്ട്, അത് വായിച്ചേ. മാവ് കുഴയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. എങ്ങനെ നടന്ന സാംസണായിരുന്നു! എന്തായിരുന്നു പവർ! ചത്ത കഴുതയുടെ താടിയെല്ല് കൊണ്ട് 10,000-ങ്ങളെ കൊന്നവൻ ഇപ്പൊ എവിടെ ഇരിക്കുന്നു? അതായത് കണ്ണ് ചുഴന്നെടുക്കപ്പെട്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അടുക്കളയിൽ മാവ് കുഴയ്ക്കുന്ന ഒരു പണിയിൽ കൊണ്ട് ഒരു യന്ത്രമനുഷ്യരെ പോലെ ഇരുത്തിയിരിക്കുക. എങ്ങനെ പവർഫുള്ളായിരുന്നു! ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ ജീവിതത്തിൽ അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ തന്നെ ഒരു ഗുണമില്ലാതെയായി പോകും. നീ എത്ര വലിയ കുടുംബ പാരമ്പര്യമുള്ള ആളാണെങ്കിലും, എത്രത്തോളം സമ്പാദ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായാലും, നീ വലിയ 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 കാര്യങ്ങൾ പറഞ്ഞാലും ഓർക്കണം, അഭിഷേകം നഷ്ടപ്പെട്ടാൽ നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഹല്ലേലൂയ. ചിലപ്പോൾ പറയത്തില്ല ചില ആളുകളെ കുറിച്ച്, നിന്നെ ചുക്കിനും ചുണ്ണാമ്പിനും പോലും കൊള്ളിയാലെന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിന്നെ ഒന്നിനും കൊള്ളിയാല. അഭിഷേകം ഉള്ള വ്യക്തി അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളിയേല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്ക്, അഭിഷേകം പോയാൽ നിന്നെ ഒന്നിനും കൊള്ളിയേല, ഒന്നിനും കൊള്ളിയേല. ഹല്ലേലൂയാ. എല്ലാവരും ആമേൻ. യെസ്, ശക്തിയോടെ പോരുന്നേ, ശക്തിയോടെ. The mighty power. അടുത്തുള്ളവർക്കല്ല കൃപ വേണ്ടത്, നിനക്കാണ് കൃപ വേണ്ടത്. നീ തീരുമാനിക്കണം, നിന്റെ അഭിഷേകം നിനക്ക് ജ്വലിപ്പിക്കണോ വേണ്ടയോ. മറ്റുള്ളവരെങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് നോക്കിക്കൊണ്ട് നിൽക്കണ്ട. നിനക്ക് കിട്ടിയ അഭിഷേകത്തില് നീ പ്രാർത്ഥിക്കുക, കർത്താവേ, നഷ്ടപ്പെട്ട അഭിഷേകം എനിക്ക് തിരിച്ചു പിടിക്കണം. ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, എന്നിൽ പ്രവർത്തിക്കണമേ. കൈകളടിച്ച് ചാടി തുള്ളി പ്രവർത്തിക്കും. ആമേൻ. ശുദ്ധീകരിക്കണമേ. ആമേൻ. അഗ്നിറക്കി. ചേർന്ന് പഠിക്കേ. ശുദ്ധീകരിക്കണമേ എന്നെ ആത്മാവേ. അഗ്നിറക്കി. ചേർന്ന് ആത്മാവേ. അഗ്നിറക്കി. പഠിക്കേ. ശുദ്ധീകരിക്കണമേ എന്നെ ആത്മാവേ. അഗ്നിറക്കി. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. ആമേൻ. ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, ശുദ്ധീകരിക്കണമേ. സ്വയം മറന്ന് ആഗ്രഹിച്ച് the real fire. എല്ലാവരും ആമേൻ. വലിയ വിശുദ്ധീകരണം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവജനം യേശുവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, ആബാ പിതാവേ എന്ന് വിളിച്ച് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ട അഭിഷേകം തിരിച്ചു പിടിക്കട്ടെ. നിന്റെ ശരീരത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. നിന്റെ മനസ്സിന്റെ വികാര വിചാരങ്ങളുടെ നിയന്ത്രണം
പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. നിന്റെ ആത്മീയ മേഖലകളിൽ തളർച്ചയും തകർച്ചയും പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് വീണ്ടും ഒരു ശക്തി, അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് നിന്നിൽ വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിന്റെ മേൽ ഈ സമയത്ത് ഒരു കാറ്റടിക്കുന്ന അഭിഷേകം സംഭവിക്കട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും കർത്താവ് പ്രവർത്തിക്കണമേ. ദൈവജനത്തിൽ ഇന്നും പ്രവർത്തിക്കണമേ കർത്താവ്. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. The mighty power, the mighty power, the mighty power. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നു. ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കൂ. ദേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും അതിശക്തമായ അഭിഷേകമാണ് ഒഴുകുന്നത്. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്ന അനേകരിൽ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്ന് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെതാണ്. എൻ്റെ മനസ്സ്, ആത്മാവ്, വികാര, വിചാരങ്ങൾ, ആലോചന എല്ലാം പരിശുദ്ധാത്മാവിൻ്റെതാണ്. സമർപ്പിച്ചോ. സങ്കീർത്തനം 77:10. അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. യെസ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ നമ്മൾ അവസരം കൊടുക്കണം. അല്ലാതെ ഞാൻ എൻ്റെ കാര്യം, എൻ്റെ ചിന്ത, എൻ്റെ ശരീരം, എൻ്റെ ഇഷ്ടമല്ലെന്ന്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കൂ. നിന്റെ വീട്ടിൽ ഇത് പറയുമ്പോൾ അനേക കുടുംബങ്ങളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോടാണ്. നിന്റെ കണ്ണുനീരിൻ്റെ നടുവിൽ നീ നന്നായിട്ട് ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. സഹോദര സഹോദരി, നിങ്ങളുടെ മകളെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നു, മകനെക്കുറിച്ച് ഭാരപ്പെടുന്നു. അച്ഛാ, വിചാരിക്കുന്ന പോലെയൊന്നും അല്ല നടക്കുന്നത്. ഞങ്ങൾ പറയുന്നൊന്നും അവർക്ക് കേൾക്കുന്നില്ല. അവർക്ക് കൂട്ടുകാർ മതി. അച്ഛാ, അവർ തോന്നിയതുപോലെ നടക്കുന്നു. ഞങ്ങൾ നിസ്സഹായരായി പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു പക്ഷെ മക്കളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടമാകാത്തത് കൊണ്ടല്ലേ അവരിങ്ങനെ നടക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇന്നുള്ള അസ്വസ്ഥതകൾക്ക് കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ടല്ലേ. അതുകൊണ്ട് പ്രാർത്ഥന കൂട്ടുക. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന കൂട്ടുക. ആ ഇരുട്ടത്ത് പ്രകാശം നിറയട്ടെ. പരസ്പരം കലഹിച്ച് കഴിയരുത്. ഇത് കർത്താവ് ചില കുടുംബങ്ങൾക്ക് നൽകുന്നൊരു സന്ദേശമാണ്. കലഹിച്ച് കഴിയരുത്. അത് കുടുംബത്തിൻ്റെ സന്തോഷം മുഴുവൻ ചേർത്തുകളയും എന്ന് മാത്രമല്ല, പിശാച് കേറിയിരുന്ന് ഭരിക്കും. ഒരിക്കലും നിങ്ങൾ കലഹിച്ച് കഴിയരുത്. കർത്താവ് നൽകുന്നൊരു സന്ദേശമാണിത്. നിന്റെ കുടുംബത്തോട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ നിറയാൻ പ്രാർത്ഥിക്കട്ടെ. വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു കാരണവശാലും മടി കാണിക്കരുത്. വചനം വായിക്കുന്ന സമയം അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. ജപമാല ചൊല്ലാനുള്ള തീരുമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ തിരിച്ചു പിടിക്കണം. കുടുംബ പ്രാർത്ഥന മുടക്കരുത്. കുടുംബത്തിൽ പ്രാർത്ഥനയുടെ അഭിഷേകം വേണം. ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ശൈലി നഷ്ടപ്പെടുത്തരുത്. പല കാരണങ്ങളും വരുമ്പോൾ സൗകര്യപൂർവ്വം നമ്മൾ ഇതൊക്കെ വേണ്ടാന്ന് വെക്കും. എന്നാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവേ, അങ്ങ് എന്നിൽ പ്രവർത്തിക്കണമേ. ഇതാ എൻ്റെ വീടും എൻ്റെ ജീവിതവും ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് എന്നിൽ പ്രവർത്തിക്കണമേ. അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. തിന്മയ്ക്ക് നമ്മുടെ മേൽ ഇനിമേൽ ഒരു തരി സ്വാധീനവുമില്ല. കാരണം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെതാണ്. പരിശുദ്ധാത്മാവിൻ്റെതാണ്. അതിശക്തമായ കൃപയാണ് വ്യക്തികളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദി പറഞ്ഞോണം കേട്ടോ. ഒത്തിരി കൃപ. ഈശോയെ, ഈ ആശീർവാദം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും. സങ്കീർത്തനം 77:10. അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. ആ ദുഃഖത്തിൽ കർത്താവ് ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടമാക്കി ദുഃഖം മാറ്റുകയാണ്. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ആശീർവാദം നിങ്ങളുടെ വീട്ടിലേക്ക്,
നിങ്ങളുടെ മക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, നിങ്ങളുടെ സഹോദരങ്ങളിലേക്ക് സ്വീകരിച്ചുകൊള്ളൂ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം.